കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് കോഴിക്കോട് താമരശ്ശേരിയിൽ 200-ലധികം വീട്ടുകാർ ദുരിതത്തിൽ. 2 മാസമായി അറ്റകുറ്റപ്പണി നടക്കാത്തതിനാൽ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് പ്രദേശവാസികൾ. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കുടുംബങ്ങൾ. വേനൽ കടുക്കുകയാണ്, ജലക്ഷാമം രൂക്ഷമാവുകയും ചെയ്യുന്നു. ഇതിനിടെ പൈപ്പ് പൊട്ടി മാസങ്ങൾ പിന്നിട്ടിട്ടും അത് ശരിയാക്കാൻ നടപടിയില്ലാത്തതാണ് ഈ കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്നത്. ജലനിധി ജലവിതരണ പദ്ധതിയിൽ നിന്നുള്ള വിതരണമാണ് നിലച്ചിരിക്കുന്നത്. ചുണ്ടക്കുന്ന് വെസ്റ്റ്, ചുണ്ടക്കുന്ന് ഈസ്റ്റ്, എളത്തോണ്ടുകണ്ടി മിച്ചഭൂമി എന്നിവിടങ്ങളിലേക്കുള്ള ജലവിതരണം മുടങ്ങിയതോടെ 200-ലധികം കുടുംബങ്ങൾ കുടിക്കാനും മറ്റ് നിത്യോപയോഗ ആവശ്യങ്ങൾക്കും വെള്ളം കിട്ടാതെ വലയുകയാണ്. ജലനിധി ജലവിതരണ പദ്ധതിയുടെ പ്രധാന പൈപ്പ് ലൈൻ ചുങ്കം കൂടത്തായി റോഡിൽ പൊട്ടിയിട്ട് 2 മാസമായി. താമരശ്ശേരി പഞ്ചായത്തിലെ 7 വാർഡുകൾ ഉൾക്കൊള്ളുന്ന ജലനിധി പദ്ധതിയുടെ കീഴിലെ ഉപഭോക്താക്കളാണ് ഞങ്ങൾ. അപ്പോൾ ഒരു 2 മാസക്കാലമായിട്ട് ഞങ്ങളെ കുടിവെള്ളം നിന്ന് പോയിട്ട് പൈപ്പ് നന്നാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോയി, പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ മുഴുവൻ ആളുകളുമായിട്ട് ഞങ്ങൾ നിരന്തരം ബന്ധപ്പെടുക. രോഗികളായ ഒരുപാട് ആളുകളാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ. സ്ത്രീകൾ വളരെ ബുദ്ധിമുട്ടാണ്. പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തുന്നതിന് റോഡിൻ്റെ വശം കുഴിക്കേണ്ടതുണ്ട്. പൈപ്പ് ലൈൻ പൊട്ടിയത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ റോഡ് അതോറിറ്റിയായ KSTP കണ്ണൂർ ഓഫീസുമായി ബന്ധപ്പെടുകയും അനുവാദത്തിനായി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രവൃത്തി നടത്താൻ അനുവദിക്കണമെങ്കിൽ 1,98,521 രൂപ കെട്ടിവെക്കണമെന്ന മറുപടിയാണ് ലഭിച്ചത്. ദൈനംദിന ചെലവുകൾ പോലും നടത്തിക്കൊണ്ടുപോകുന്നതിന് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജലനിധി നടത്തിപ്പ് കമ്മിറ്റിക്കും പാവപ്പെട്ട കുടുംബങ്ങൾക്കും ഈ തുക അടക്കാൻ സാധിക്കുന്നില്ല. ഇത്രയും വലിയ തുക ഗുണഭോക്താക്കളോട് ആവശ്യപ്പെടാനും കഴിയില്ല. റോഡ് വശം കുഴിച്ച് പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി പ്രസ്തുത സ്ഥലം കോൺക്രീറ്റ് ചെയ്തു കൊടുക്കാമെന്ന് അറിയിച്ചെങ്കിലും അതിനുള്ള അനുമതിയും ലഭിച്ചില്ല. ഇതിനാൽ വൃദ്ധരും രോഗികളടക്കമുള്ളവരും ദൂരദിക്കുകളിലെ കിണറുകളിൽ നിന്നും വെള്ളം എത്തിച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത്. വെള്ളമില്ലാതെ വന്നതിൽ പിന്നെ ഞങ്ങൾ വെള്ളമെല്ലാം വില കൊടുത്ത് വാങ്ങിക്കുകയാണ്. കൂലിപ്പണിക്കാരും തൊഴിലുറപ്പുകാരും പിന്നെ സുഖമില്ലാത്ത ജനങ്ങളുമൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് ഇവിടെ വെള്ളത്തിന് വേണ്ടി. പിന്നെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുളിക്കുന്നതിനും നനയ്ക്കുന്നതിനും എല്ലാ കാര്യത്തിനും, ബാത്റൂമിൽ പോകുന്നതിനായാലും മറ്റുള്ള കാര്യത്തിനായാലും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളത്തിന് വേണ്ടി എന്തേലും ഒരു നിലംതിരിവാക്കി തരണമെന്ന് പലരോടും ഞങ്ങൾ പറഞ്ഞ്, പഞ്ചായത്തിലും വിളിച്ചു പറഞ്ഞ്, എല്ലാവരോടും പറഞ്ഞിട്ടൊന്നും ആരും ഇതുവരെ ഒരു തീരുമാനമാക്കിയിട്ടില്ല. ഈ ദുരിതത്തിൽ നിന്നും കരകയറാൻ അധികൃതർ ഇടപെടണമെന്നും ഇല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടത്താൻ തടസ്സം നിൽക്കുന്ന KSTP അധികൃതർക്കെതിരെ റോഡ് ഉപരോധമടക്കമുള്ള പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് നീങ്ങുമെന്നും കുടുംബങ്ങൾ പറയുന്നു. ന്യായമായ ആവശ്യമാണ് ഈ കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. കുടിവെള്ളമില്ലാത്തതിനാൽ വലിയ ദുരിതമാണ് ആ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. പ്രതികരണങ്ങളിലേക്ക്. ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്തൊരവസ്ഥ, പ്രത്യേകിച്ച് വരൾച്ച നേരിടുന്ന ഒരു കാലവും കൂടി ആയതുകൊണ്ട് ഇവിടെ പ്രദേശം 2 കുന്നിൻ്റെ മുകളിൽ താമസിക്കുന്ന ആളുകളാണ് ഈ പ്രദേശത്തുള്ളത്. ആ ഭാഗത്തേക്ക് ഒരു കിണറിൽ നിന്ന് വരെ വെള്ളം കോരാൻ പറ്റാത്ത, ശരിക്കും പറഞ്ഞാൽ കുടിവെള്ളം വരെ കിട്ടാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം കിട്ടാൻ വയ്യില്ല. 2 മാസമായി വെള്ളം ഇല്ലാണ്ടായിട്ട്. റോഡ് പൊട്ടിയിട്ട് നന്നാക്കുന്നില്ല. ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട്, കൊളസ്ട്രോളൊക്കെ ഉണ്ടായിക്കോളും. വെള്ളം തോനെ കൊണ്ടുവരാനാവില്ല. ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് എത്ര 1,500 രൂപ 2,000 രൂപ കാണുമല്ലോ വെള്ളത്തിൻ്റെ പറഞ്ഞാൽ. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിൻ്റെത്. അതുകൊണ്ട് എന്താ പറയുക, ഇപ്പം ഞങ്ങളെ വീട് തന്നെ കണ്ടില്ലേ, വീടിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെ ഉള്ളപ്പോൾ ഞങ്ങൾ എങ്ങനെ പൈസ കൊടുത്തൊക്കെ വെള്ളം കൊണ്ടുവരാം? എനിക്കാണെങ്കിൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്, ശ്വാസമുട്ടലുണ്ട്. ഭർത്താവിനാണെങ്കിൽ തീരെ വയ്യ, പെരിക്കോസിൻ്റെ സൂക്കടാണ്. ഒരു മോനല്ലത്. മോനെ എന്തെങ്കിലും പണിയെടുത്തിട്ട് വേണം ഞങ്ങളെ ജീവിതം പോകാൻ. പക്ഷെ ഇങ്ങനത്തെ വീടാണ്. ഇതിൻ്റെ ഇടയിൽ വെള്ളമില്ല, ഞങ്ങളെ കൊണ്ടുവരാനും പറ്റുന്നില്ല. എന്തെങ്കിലും കിട്ടുന്ന പൈസക്ക് ഇച്ചിരി വെള്ളം ഇറക്കിയാലും അത് 2 ദിവസത്തിനേ ഉണ്ടാകും. വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയി വെള്ളം കോരിക്കൊണ്ടുവരാൻ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ഓരോന്ന് പറയുന്നത് കേൾക്കുകയും വേണം. ഞങ്ങൾ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. മരുന്നുമ്പോഴാണ് കഴിയുന്നത്.